Watch India's largest kids library only on Jio Hotstar. Download the app now. മമ്മി ഡാഡി അങ്കിൾ ചിങ്കം സാറേ, നിങ്ങൾ കരയാതെ. നിങ്ങൾ കരഞ്ഞ എനിക്കും കരച്ചിൽ വരും. എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആദ്യം ചിങ്കം സാറിനോട് ചോദിക്കാം, അവരെന്തിനാ അങ്ങനെ കടന്ന് കരയുന്നേന്ന് ചോദിക്കേ. എന്റെ അമ്മോ, എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ ബബിൾ ഗമ്മിന്റെ അനുജൻ ട്രബിൾ ഗം വന്നിരിക്കുകയാണ്. ട്രബിൾ ഗം അദ്ദേഹം കാരണം ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ. എന്നെ വഴക്ക് പറയുന്നു. വാ 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 വഴക്ക് പറയുന്നു. ചായ കുടിക്കൂ. എന്ത് ചായയാടാ ഇത്? പഞ്ചസാര ഇട്ടിട്ടില്ലല്ലോ നീ. പഞ്ചസാര കൂടിപ്പോയല്ലോ. ഇതെന്താ പായസമാണോ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആഹാരത്തിൽ ആകെ ഉപ്പ് കൂടിയിരിക്കുക. ഒന്നുകിൽ ഉപ്പ് കൂടുക അല്ലെങ്കിൽ ഉപ്പ് കുറയ്ക്കുക. ഇതെന്തൊരു എരിവാണേ ഇത്. വെള്ളത്തിന് നല്ല തണുപ്പ്. ഒന്ന് തിളപ്പിക്കാൻ പാടില്ലായിരുന്നോ? എന്റെ അമ്മോ, എന്തൊക്കെ പൊല്ലാപ്പായാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ചിങ്കം സാറേ, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. ഇന്ന് രാത്രി ഞാനും പത്തലും കൂടി നിങ്ങളുടെ ചിറ്റപ്പനെ ഇല്ലാതാക്കി തരാന്നേ, അല്ലേ പത്തലു? അതെ ചിങ്കം സാറ്, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇപ്പൊ ഭക്ഷണം കഴിക്കൂ. ഓക്കേ, താങ്ക് യു വെരി മച്ച് മോട്ടു പത്തലു. സത്യം പറയാലോ, നിങ്ങളാണ് എന്റെ ഏറ്റവും നല്ല കൂട്ടുകാര്. വന്നേ വന്നേ, ഇതാ കിടക്കുന്നു ചിറ്റപ്പൻ. ആരാ നിങ്ങള്? നീ ഒരു സൗത്ത് ഇന്ത്യൻ അല്ലേ? ഭോജ്പൂരിൽ എന്തിനാ ഞങ്ങളോട് സംസാരിക്കുന്നത്? ഞാൻ 1 നമ്പർ സൗത്ത് ഇന്ത്യൻ ആണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആരാ? ഭൂതമാണ്. എന്താ പറഞ്ഞേ? നിങ്ങൾ രണ്ടുപേരും ഭൂതമാണെന്നോ? പക്ഷെ ഭൂതം രാത്രിയല്ലേ വരിക? നിങ്ങൾ ഈ വെളിച്ചത്തെങ്ങനെ വന്നു? നിൽക്ക്, ഞാൻ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കട്ടെ. ഭൂതപ്രേതങ്ങൾ എന്റെ അടുത്തേക്ക് വരരുത്. വന്നാൽ അവരെ പാഠം പഠിപ്പിക്കാൻ എനിക്കറിയാം. എന്റെ അമ്മോ, ചിറ്റപ്പന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആരോ ഒച്ച വെക്കുന്ന ശബ്ദം കേട്ടല്ലോ. ആരായിരുന്നു അത്? ഏയ്, അതാരുമല്ല. 2 ഭൂതങ്ങൾ വന്നിരുന്നു ഇവിടെ. അവരെ ഞാൻ ഇവിടുന്ന് തല്ലി ആട്ടി ഓടി. എന്റെ അമ്മോ, ഭൂതമോ? എങ്ങനെ ഈ വീട്ടിൽ നിന്നും അതിനൊക്കെ നിങ്ങൾ ഓടിപ്പിച്ചത് ചിറ്റപ്പ? എങ്ങനെയെന്നോ? ശരി, ഇപ്പൊ കാണിച്ചു തരാം. ഭൂതപ്രേതം അടുത്തേക്ക് വരരുത്. അടുത്ത് വന്നാൽ വിവരമറിയും. എനിക്കിപ്പോ നന്നായി മനസ്സിലായി ചിറ്റപ്പ, നന്നായിട്ട് മനസ്സിലായി. എന്റെ അമ്മോ, മമ്മി ഡാഡി, നിങ്ങളെ മാത്രമല്ല ചിറ്റപ്പൻ എന്നിട്ട് ശരിക്ക് പെരുമാറി. ഞാൻ അയാളെ പച്ചക്ക് കത്തിക്കും, കഷ്ണം കഷ്ണങ്ങളായി നുറുക്കും. വിടില്ല ഞാൻ അയാള്. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തലു നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ, നിങ്ങൾ എന്റെ പ്ലാൻ കേൾക്ക്. ഹായ് ഇൻസ്പെക്ടർ, കയ്യും പൊക്കി നിന്നോ. എന്നിട്ട് മര്യാദക്ക് കീശയുള്ള പണമൊക്കെ എടുത്ത് ഞങ്ങൾക്ക് തന്നേക്കേ. ഞങ്ങൾ ഈ നഗരത്തിലെ വലിയ കൊള്ളക്കാരാണാട്ടാ. എന്റെ അമ്മോ, കൊള്ളക്കാരോ? ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ചിങ്കം സാറേ,
ഞങ്ങളാണ് മോട്ടുവും പത്തലും. എന്റെ അമ്മോ മോട്ടുപൊത്തലോ, എനിക്ക് നിങ്ങളെ കണ്ടപ്പോ മനസ്സിലായില്ല. എന്തൊരു അടിപൊളി ഗെറ്റപ്പ് ആയിരുന്നു. ചിറ്റപ്പന് പോലും നിങ്ങളുടെ ഗെറ്റപ്പ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. Yeah. ചേടാ ചിങ്കം സാർ, എന്റെ ചങ്കേന്റെ ബ്രോ, നിങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളുടെ ചിറ്റപ്പനെ എങ്ങനെ ഓടിക്കാൻ പോണെന്ന്. ബൈ ബൈ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. Yeah. നിങ്ങളൊക്കെ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങള് കൊള്ളക്കാരാണ്, കൊള്ളക്കാര്. ആ, ഞങ്ങൾ അറിഞ്ഞു നിന്റെ കയ്യിൽ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെന്ന്. ഞങ്ങളത് മോഷ്ടിക്കാൻ വന്നതാണ്. ഒരൊറ്റ മിനിറ്റ് ഒന്ന് സഹിക്കണേ, ഞാൻ എന്റെ ബോഡി ഒന്ന് വാമപ്പ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നേരിടാം. എന്ത്, നിങ്ങൾ ഞങ്ങളെ കൊള്ളയടിക്കുമെന്നോ? നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞങ്ങളാണ് നിങ്ങളെ കൊള്ളയടിക്കാൻ പോകുന്നത്. എന്ത് വർത്തമാനമാ പറയുന്നേ? നിങ്ങൾ ഒരുപാട് ദൂരെയൊന്നും വന്നവരല്ലേ, ആഹാരമൊന്നും തരാതെ എങ്ങനെയാ വെറുതെ വിടുന്നത്? പൊളിക്കടുത്തല്ലോ, നിങ്ങളെന്തെങ്ങനെ തുറച്ചു നോക്കുന്നത്? എന്തിനാ വാതിലൊക്കെ അടയ്ക്കുന്നത്? അപ്പോഴല്ലേ ശരിക്കും സൽക്കരിക്കാൻ പറ്റുകയുള്ളൂ. ഇതാ പിടിച്ചോ താക്കോൽ, കീശയിൽ സൂക്ഷിച്ചോ. പൂട്ട് തുറന്ന് വെളിയിൽ പോകാൻ സഹായകമാകും. മനസ്സിലാകുന്നുണ്ടോ? പത്തലു, ഇയാളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. എടുത്ത് ചാടല്ലേ? ആരും എന്റെ അടുത്തേക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ അവന്റെ അവസാനമായി. പത്തലു, രക്ഷിക്കണേ. എനിക്ക് ഈ പൈൽവാന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതിൽ യാതൊരു അനുഭവവും ചേട്ടാ. താക്കോല് പിടിച്ചോ. വാതിൽ തുറന്നു, രക്ഷപ്പെട്ടോ. ചിങ്കം സാറേ, പോലീസ് ജോലി നിങ്ങൾക്കല്ല, നിങ്ങളുടെ ചെറിയച്ഛനാണ് കിട്ടേണ്ടത്. ഒരു കുറ്റവാളിയും ഇദ്ദേഹം എവിടെയുണ്ടോ ആ ഭാഗത്തോട്ട് പോലും വരില്ല. എന്റെ അമ്മോ, എന്റെ ഈ ട്രബിൾ കം ചിറ്റപ്പൻ എന്റെ ജീവിതം തന്നെ ട്രബിൾസം ആക്കിയിരിക്കുകയാണല്ലോ. ഞാൻ എന്താ ചെയ്യാ? ചിങ്കം സാറേ, ഓരോ മനുഷ്യനും ഓരോ ബലഹീനത ഉണ്ടാവും. അതുപോലെ ഇവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഉറപ്പാണ്. അവർക്കും ആരെങ്കിലുമൊക്കെ പേടിയുണ്ടാവും, തീർച്ചയായിട്ടും. ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്റെ അമ്മോ, ചിറ്റപ്പൻ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ പേടിയുള്ളൂ. ഈ ലോകത്തിൽ എന്റെ ചിറ്റപ്പനെ പേടിപ്പിക്കുന്ന കാര്യത്തിൽ ആ സ്ത്രീ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഓ, ചെറിയമ്മയാണോ? വെരി ഗുഡ്, വെരി ഗുഡ് ഐഡിയ. ചിങ്കം സാറേ, നിങ്ങൾ നിങ്ങളുടെ ചെറിയമ്മയുടെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കേ. എന്തൊരു ഫോട്ടോ? ഞാനൊരു വീഡിയോ ക്ലിപ്പിംഗ് തന്നെ കാണിച്ചു തരാമല്ലോ. ആ മെലിഞ്ഞ സ്ത്രീയാണ് എന്റെ ചിറ്റമ്മ. പിന്നെ ആ തടിച്ച സ്ത്രീ അവരുടെ സ്വന്തം അനിയത്തിയാണല്ലോ. നിങ്ങൾക്ക് ഒരു ജോലിയും മര്യാദയ്ക്ക് ചെയ്യാൻ അറിഞ്ഞൂടെ? ഞാൻ നിങ്ങളോട് ബട്ടർ പനീർ അല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതോ പാലക് പനീറോ? ജിലേബി വാങ്ങിക്കൊണ്ടുവന്നാ ജാങ്കരി വാങ്ങിക്കൊണ്ടുവരുന്നു. വേഗം പോകൂ, വേഗം പോയി എല്ലാം മാറ്റിക്കൊണ്ടുവരൂ. ചേട്ടാ, നിങ്ങൾക്ക് ഒരു ജോലിയും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ? വേഗം പോയി മാറ്റിക്കൊണ്ടുവരൂ. ഞാൻ പോയേക്കാം പൊന്നേ, ഞാൻ പോയേക്കാം. എന്റെ കഷ്ടകാലത്തിനാ ഞാൻ നിന്നെ കെട്ടിയത്. ഐഡിയ കേൾക്ക്. ഇപ്പൊ ചെറിയമ്മയ്ക്ക് മാത്രമേ ചെറിയച്ഛനെ ഇവിടുന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ. ചിറ്റപ്പ, വേഗം വരൂ, വേഗം വരൂ. കണ്ടല്ലോ, നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് ആരാ വന്നിരിക്കുന്നതാണ്? ആരാ വന്നിരിക്കുന്നത്? ഇവിടെ എന്നെ കാണാനും വരാൻ ആരാ ഉള്ളത്? ഞങ്ങളാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ എത്ര നാളായി നിങ്ങൾക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുന്നു. എന്നാൽ നിങ്ങളോ ഇവിടെ വന്ന് സെറ്റിൽ ആയിരിക്കുന്നു. ഞങ്ങളെ അവിടെ കഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ മാത്രം ഇവിടെ തനിയെ വന്ന് സുഖിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ എങ്ങനെ ഇവിടെ ഞാൻ സിംഗത്തിന് ഗുസ്തി പഠിപ്പിക്കാൻ വന്നതല്ലേ? അങ്ങനെയാണോ? ഗുസ്തി പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. ഗുസ്തി ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. വരൂ അനിയത്തി, നമ്മൾക്ക് മൈതാനത്തിൽ ഇറങ്ങി ഗുസ്തി നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. നാളാവുന്നില്ലേ?
മുതിർന്നവരെ എങ്ങനെ ഇട്ട് അടിക്കാവോ? ഔ, ഔ, ആ, ഊ. ചേട്ടാ, നിങ്ങൾ ലാത്തി നന്നായി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ അത്രയ്ക്കും മറ്റാർക്കും അറിയില്ല. ഓ, ഔ, ഔ. എന്താ ഈ കാണിക്കുന്നത്? ഒന്ന് മതിയാക്ക്. എന്താ സിംഗം, കണ്ടില്ലേ? ഗുസ്തി എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ഇനി ദിവസവും ഞങ്ങൾ ഇതുപോലെ നിനക്ക് പ്രാക്ടീസ് തന്നേക്കാം. എന്താ? നിന്റെ ചിറ്റപ്പനും ഞങ്ങളും, അതായത് ചേട്ടനും ഞങ്ങളും ദിവസവും ഇതേപോലെ ഗുസ്തി ഉണ്ടാക്കുന്നതായിരിക്കും. അതിനുശേഷം നീ ലാത്തി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചോളൂ. നീ ഒരു പോലീസ് ഇൻസ്പെക്ടർ അല്ലേ, നിനക്കത് വളരെ പ്രയോജനപ്പെടും. നീ പെർഫെക്റ്റ് ആകുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നതല്ല. ഞാൻ ദിവസവും അയാളോടൊത്ത് ലാത്തി ഉപയോഗിച്ച് വഴക്കിടാം. ഇവിടെ പ്രാക്ടീസിന് ആര് നിൽക്കാൻ പോകുന്നു? നിങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ചിങ്കത്തിന് ട്രെയിനിങ് ചെയ്തോ. ഞാൻ ഇപ്പൊ തന്നെ നാട്ടിലോട്ട് പോവുക. ബൈ ബൈ. Watch India's largest kids library only on Jio Hotstar. Download the app now.